ഹലോ, ഇന്ന് നമുക്കൊരു സിമ്പിളായിട്ടുള്ള സാമ്പാറിൻ്റെ റെസിപ്പി നോക്കിയാലോ. ആദ്യം തന്നെ കുക്കറിലേക്ക് കഴുകിയ ഒരു പിടി തുവരപ്പരിപ്പും ഒരു വലിയ കഷ്ണം മത്തങ്ങ ചെറിയ പീസുകളാക്കിയതും കുറച്ച് കായപ്പൊടിയും ചേർത്തിട്ട് ഒരു വിസിലിൽ കുറച്ച് വെള്ളമൊഴിച്ച് ഉപ്പിട്ട് വേവിച്ചെടുക്കുക. ഇതിലേക്ക് നമ്മൾ കഷ്ണങ്ങളായിട്ട് ചേർക്കുന്നത് ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, പയർ, പടവലങ്ങയൊക്കെയാണ്. സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ഞാൻ തീരെ ഒഴിവാക്കാത്ത സാധനങ്ങളാണ് കേട്ടോ. ഒരു വലിയ സവാളയും 3-4 അല്ലി വെളുത്തുള്ളിയും ഒരു വലിയ തക്കാളിയും. ഇനി ഇതെല്ലാം പീസുകളാക്കിയത് നമ്മുടെ വേവിച്ച പരിപ്പിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. അതിലേക്ക് ഒരു ടീസ്പൂൺ സാമ്പാർ പൊടി ചേർക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒറ്റ വിസിലൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് വേവുന്ന സമയത്ത് നമുക്ക് വേറൊരു വലിയ പാത്രത്തിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കടുകും ഉലുവയും ഇട്ട് പൊട്ടിച്ചെടുക്കുക. കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും കൂടി ചേർത്തിട്ട് ഒന്നും മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ സ്പെഷ്യലായിട്ട് ചേർക്കാറുള്ളത് സാമ്പാറിന് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. മൂത്ത് വരുമ്പോൾ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ വേവിച്ചെടുത്ത പച്ചക്കറികൾ കുക്കറിലുള്ളത് ചേർത്ത് കൊടുക്കുക. കുക്കറിൽ ഒരുപാട് വെള്ളം ഒഴിക്കാണ്ടിരുന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കറിൽ വിസിലടിക്കും. ഈ പച്ചക്കറിയിലുള്ള വെള്ളം തന്നെ ധാരാളമാണ് കേട്ടോ ഈ കുക്കറിൽ ഈ കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. പച്ചക്കറികൾ ഒറ്റ വിസിൽ തന്നെ നന്നായി വേകും. പിന്നെ കുറേ സമയം വെക്കേണ്ട ആവശ്യമില്ല. നമുക്കതിൽ ആവി കളഞ്ഞിട്ട് തുറന്നിട്ട് മസാലയിലിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ അടിപൊളി സാമ്പാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്.